വാരിയംകുന്നത്ത് കുഞ്ഞാമദാജി ബദർ പടപ്പാട്ട് ആലപിക്കുകയും അതിന് പ്രോത്സാഹനം നൽകുകയും ചെയ്ത ആളായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഐതിഹാസികമായ പൂക്കോട്ടൂർ യുദ്ധത്തിലേക്ക് ആളുകൾ ആവേശപൂർവ്വം അടിവച്ചണിയായി പുരുഷന്മാരായ യോദ്ധാക്കൾ പോകുന്ന സമയത്ത് അവർക്ക് പ്രചോദനമായത് ചുറ്റുഭാഗത്തിരുന്ന് സ്ത്രീകളും കുട്ടികളും ബഹുജനങ്ങളും ഹിന്ദുക്കളും മുസ്ലിങ്ങളും എന്ന് പറയുന്നുണ്ട്. അവർ ബദർ പടപ്പാട്ടും ബദർ മൗലൂദും ഒക്കെ ആലപിച്ചിരുന്നു എന്നും പറയുന്നുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു 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 സാമൂഹ്യമായ രീതി. അപ്പോൾ ഒരു പാട്ട് എങ്ങനെ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നു, ഇതുകൊണ്ടൊക്കെയാണ് ഫോസിറ്റ് വളരെ കൃത്യമായി ഫോസിറ്റിൻ്റെ പഠനങ്ങൾ ഇതിനോട് ചേർത്ത് വെക്കുന്നത് നമ്മൾ. അങ്ങനെയുള്ളൊരു കാര്യമുണ്ട്. അതുകൊണ്ടാണ് ഈ പാട്ടുകൾ, പടപ്പാട്ടുകൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്വ ശക്തികൾക്ക് എന്നും പ്രശ്നമായിരുന്നു. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്ന് നമ്മൾ ഇവിടെ നടക്കുന്ന സാമൂഹ്യമായ വിഷയങ്ങളിൽ പാട്ടുകൃതികൾ, സാഹിത്യകൃതികളൊക്കെ എങ്ങനെയാണ് പിന്നെ പ്രവർത്തിക്കുന്നതെന്ന് പരിശോധിക്കേണ്ടതാണ്. നമ്മൾ വെറും ഒരു ആസ്വാദ്യകരമല്ല, ഒരു വിനോദം എന്നതിലപ്പുറം നമ്മൾ ഇതിൻ്റെ ഒരു മാനം കാണുന്നില്ല. പക്ഷേ പണ്ട് അങ്ങനെ ആയിരുന്നില്ല. ഈ മത അധ്യാപനങ്ങൾ പോലും, അതായത് ഇത്തരം വിഷയങ്ങൾ പോലും, മോയിൻകുട്ടി വൈദ്യരുടെ കൃതികൾ പോലും ആളുകളുടെ ഇടയിൽ പ്രവർത്തിച്ചത് സാമൂഹ്യമായ രീതി കൊണ്ടാണ്. ഇപ്പോൾ ബ്രിട്ടീഷുകാർ ഇപ്പോൾ ഇങ്ങനെ പാടി പറയുന്ന സന്ദർഭങ്ങൾ, ഒരു ചിത്രീകരണം പോലെ ഒരു കഥാപ്രസംഗ രീതിയിലൊക്കെ അവതരിപ്പിക്കുമ്പോൾ ചുറ്റുമുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന സാധാരണക്കാരൻ സാന്ദർഭികമായി ഈ പാടിപ്പറയുന്ന ബദറിലെ യന്ത്രങ്ങളാണ് വിശദീകരിക്കുന്നതെങ്കിൽ പോലും ചൂഷണത്തിനെതിരെ പ്രതികരിക്കാനുള്ള ആവേശമുണ്ടാക്കും ഇത്തരം സദസ്സുകളിൽ.